പലപ്പോഴും ആളുകൾ QSR എന്ന് പറയുന്നതിനെ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിനെയാണ് QSR എന്ന് പറയുക എന്നുള്ളതാണ് പല ആളുകൾ മനസ്സിലാക്കി വെച്ചത്. സത്യത്തിൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് പരിപാടികളാണ്. അതായത് QSR എന്ന് പറയുന്നത് പൊതുവേ ഒരു ഫുഡ് ബിസിനസ് ആണോ ചോദിച്ചാൽ ഞാൻ പറയും ഫുഡ് ബിസിനസ് അല്ല. ശരിക്കും QSR എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരു സമയത്ത് ഫുഡ് ബിസിനസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നല്ല പ്രോഡക്റ്റ്, അതിന് നല്ലൊരു മെനു, നല്ലൊരു റെസിപ്പി, കുറച്ചും കൂടെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്പേസ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത്, ആരാണോ ഫുഡിൽ, റെസിപ്പിയിൽ, മെനുവിൽ ഇതിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സത്യസന്ധമായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് പ്രൊഡക്റ്റിനെ സിസ്റ്റം ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ പേര് ഷഹീർ നെയ്യൻ എന്നാണ്. ഞാനൊരു ടമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് QSRൽ. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ തന്നെയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പല മിസ്റ്റേക്കുകൾ വരുത്തി, ആ മിസ്റ്റേക്കിൽ നിന്ന് കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വീണ്ടും ആ ഒരു ബ്രാൻഡ് റീബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. സോ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഐഡിയാസും നമ്മളുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. QSRൽ ഫണ്ടമെൻ്റലായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതിൻ്റെ സ്പീഡ് എന്നുള്ളത് തന്നെയാണ്. സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ കസ്റ്റമർക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഈ ക്വിക്ക് സർവീസിൽ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി എന്നുള്ളതാണ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ മെനു ഐറ്റംസ്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മെനു ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ സിംപ്ലിസിറ്റി നഷ്ടപ്പെടും. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതായത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റും ആ ഒരു പ്രോസസ്സും ആ ഒരു സർവീസിനൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യം. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിനെ മറ്റ് റെസ്റ്റോറൻറ്റ്, കഫേ മോഡലുകളിൽ നിന്നൊക്കെ വ്യത്യാസമാക്കുന്നത്. നമ്മൾ ഒരു ഷെഫായിട്ടല്ല നമ്മളെ പറ്റി മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബർഗർ ഉണ്ടാക്കാൻ എനിക്ക് കഴിയണം എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഫൗണ്ടറായിട്ട്, ഒരു ബിൽഡറായിട്ട് ചിന്തിക്കാൻ പറ്റുകയാണ്. നമ്മളിപ്പോൾ ഷെഫായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബർഗർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബെസ്റ്റ് ബർഗറിനെ ഒരു സിസ്റ്റം, ഒരു SOP ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ QSR എന്നുള്ള ബിസിനസ് മോഡൽ എന്താണെന്നുള്ളതിനെ മനസ്സിലാവുള്ളൂ. പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുന്നതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അവർക്കുള്ളതാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു 20, 21, 22 വയസ്സുള്ള ഒരാളാണ്, നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നോർമലി എന്താ ചിന്തിക്കുക, നമ്മളൊരു ഷോപ്പ് എടുക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു ഷോപ്പ് എടുക്കുന്നല്ല അത് ചിന്തിക്കേണ്ടത്. നമ്മളില്ലെങ്കിലും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിതിനകത്ത് ഇപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പം പൊതുവെ ആളുകൾ പറയുന്നൊരു കാര്യം എന്താ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിനകത്ത് നിന്ന് നമുക്ക് വരേണ്ടതാണെന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ബിസിനസ് മോഡൽ അത് തെറ്റാണ്. ഈ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് ആ സിസ്റ്റം ആയിരിക്കണം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട്, അല്ല സെയിൽസ് മാത്രമല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ. സത്യത്തിൽ ഇത് പറയുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് എങ്ങനെയാണ് ഈ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും എങ്ങനെയാണ് ഈ QSR ഒരു പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ഫുഡ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഒരു QSR ബ്രാൻഡ് എങ്ങനെയാണ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത്, ശരിയായ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ ഈ ബിസിനസ് മോഡൽ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. സോ എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ പുതുതായിട്ട് ഇത് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണമാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.